ഒരു ദിവസം ഒരാളൊരു സ്വപ്നം കണ്ടു. പിന്നെ 19 പേരുടെ സ്വപ്നമായി മാറിയത്. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയായിരുന്നു കഴിഞ്ഞ 2 മാസമായിട്ട്. ഗോഡ് ലൈഫ്. ഞങ്ങളെക്കാളധികം ഞങ്ങളിൽ വിശ്വസിച്ചത് ആ ഒരാളായിരുന്നു, ഞങ്ങളുടെ സ്വന്തം മാസ്റ്റർ നിതിൻ. നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് പ്രൊഫഷനിൽ നിന്നുള്ളവരും ഡിഫറെൻറ്റ് സ്ട്രഗിൾസ് ഉള്ളവരും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ അതെല്ലാം മറക്കും. എല്ലാവർക്കും ഒരേ മനസ്സായിരിക്കും. കുറേ ചിരിക്കുകയും കുറച്ച് ചിന്തിക്കുകയും അതുപോലെ കുറച്ചൊക്കെ വിഷമിക്കുകയും ചെയ്തിട്ടുള്ള ദിവസങ്ങൾ. നമ്മൾ കണ്ട സ്വപ്നം എത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രഗിൾസ്, അതിനൊരു പ്രത്യേക സുഖമുണ്ട്. ഇതൊരു പെർഫോമൻസ് എന്നതിനേക്കാൾ ഉപരി ഇതൊരു എക്സ്പീരിയൻസ്, ലൈഫിൽ നഷ്ടപ്പെടുത്തിക്കൂടാതിരുന്ന ഒരു എക്സ്പീരിയൻസ്. മനസ്സിൽ കണ്ട ചിത്രം കൊറിയോഗ്രാഫർ സ്റ്റേജിൽ വരച്ചെടുക്കുന്നു. ആ വരയുടെ ഭാഗമായ ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോഴും ആ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുഞ്ഞുവരെ ആ ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ പെർഫോമൻസ് എവിടെയായിരിക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക എന്ന് ഊഹിക്കാമല്ലോ. മേക്കപ്പ് ട്രയൽസ് നോക്കുമ്പോഴും പെർഫോമൻസിനുള്ള സാധനങ്ങൾ ഒരുക്കുമ്പോഴും റിഹേഴ്സൽസ് ചെയ്യുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഇത് പെർഫോം ചെയ്യുമ്പോൾ ഞങ്ങൾ ഫീൽ ചെയ്യുന്ന ഇമോഷൻ കാണുന്ന ആളുകളിലേക്കും എത്തണം. അങ്ങനെ എത്തുന്ന ആ നിമിഷം മാത്രമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ കുറച്ചധികം നാളുകളായിട്ട്. ചെറിയ ചെറിയ ഇഞ്ചുറീസും വിഷമങ്ങളും ഒക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാലും അതെല്ലാം മറന്ന് ഞങ്ങൾ പെർഫോം ചെയ്തു. ഇനി കുറച്ച് റിയൽ മൊമെന്റ്സ് എക്സ്പീരിയൻസ് ചെയ്യാല്ലേ. വളരെ നല്ല അത് കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മുടെ ഇത്രയും നല്ല സ്റ്റുഡൻസിനെ കണ്ടിട്ടില്ല എന്ന് പറയാൻ കാര്യം. കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയി. പക്ഷേ പൂർവാധികം ശക്തികളോടുകൂടി കളിക്കുന്നതായിരിക്കും. ഹലോ ഗൈസ്, നമ്മുടെ ഒഫീഷ്യൽ ക്യാമറാമാൻ കാലുണി. പക്ഷെ ഇതാണ് നമ്മുടെ ഡെഡിക്കേഷൻ. ചേട്ടാ, ഈ സിറ്റുവേഷനിൽ എന്താണ് പറയാനുള്ളത്? ഹലോ, എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളത് പറ. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? നമ്മുടെ സ്വാതി ചേച്ചി വന്നു, അറിഞ്ഞോ? ഇന്നലെ രാത്രി തൊട്ട് ഇവിടെയാണല്ലേ? അതാ അല്ല, നമ്മുടെ പെർഫോമൻസിനെ പറ്റി ഒന്നും അറിഞ്ഞില്ല. നമ്മുടെ പെർഫോമൻസിനെ പറ്റി എന്ത് പറയാനുണ്ട്? നമ്മളൊന്ന് പൊളിക്കും, ഇന്ന് പൊളിച്ചെടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇനി ഇരിക്കാൻ പറ്റില്ല, ഇനി എല്ലാം VIP ആക്കി ഇരിക്കുക. അതുകൊണ്ട് ഞാൻ കയറുന്നത്. അപ്പൊ ഒന്ന് പൊളിക്കും. കത്തിക്കോ? ഇനി നമുക്ക് ടോണൊന്ന് മാറ്റി പിടിച്ചാലോ. ഇത്തവണത്തെ കേസ് കോർഡിനേറ്റിന് നമ്മൾ ഡാൻസ് കളിക്കുക മാത്രമല്ല കേട്ടോ ചെയ്തേ, വൈറ്റ് വാഷ് അടിക്കൽ കൂടി ചെയ്തു. അയ്യോ, ചെറിയൊരു മാറ്റമുണ്ട്. വൈറ്റ് വാഷ് അല്ല, കുറച്ച് കരിവാരിത്തേക്കൽ. അത് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു. നമ്മുടെ കൂട്ടത്തിലെ കുട്ടികളുടെ പാരൻസ് മുതൽ എന്തിന് ആ കുട്ടികൾ വരെ അവർക്കാവുന്നതൊക്കെ ചെയ്തു. എവിടെ ഒരു കുറവുണ്ടായിരുന്നില്ല. അതൊരു ടീം വർക്ക് തന്നെയായിരുന്നു. എല്ലാവരും ഭംഗിയായി കറുപ്പിച്ചെടുത്ത് സ്റ്റേജിൽ കയറ്റി.
ഫീലില് പറയണ വളരെ നന്ദി, നമസ്കാരം. തീർന്നിരിക്കുകയാണ്. യെസ്, അങ്ങനെ നമ്മുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് ഇന്ന് നമ്മൾ തീർത്തു. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. എല്ലാവരും നമ്മൾ കരയിച്ചു. നമ്മൾ കണ്ട വിഷയം നമ്മൾ ഡയറക്റ്റ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തു. താങ്ക് യു സോ മച്ച് ഗൈസ്. സൈനിങ് ഫ്രം ഗോഡ് ലൈഫ്. യെസ്.